അങ്കമാലി കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്ന ജനക്കൂട്ടത്തിന് മുന്നിലൂടെ കനത്ത സുരക്ഷയിലാണ് പോലീസ് ദിലീപിനെ കോടതി മുറിയിലേക്ക് പ്രവേശിപ്പിച്ചത്. കേസ് പരിഗണിക്കവേ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമായതിനാൽ ദിലീപിനെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അന്വേഷണ സംഘം നിലപാടെടുത്തു. ദിലീപിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാംകുമാർ ഈ നീക്കത്തെ എതിർത്തു. DGP അടക്കമുള്ളവർ ദിലീപിനെ ചോദ്യം ചെയ്തതാണ്. വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നത് വിചിത്രവാദമാണെന്നും ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ ഫോൺ കണ്ടെത്താൻ 11ാം പ്രതിയായ ദിലീപിനെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ന്യായമല്ലെന്നും അഡ്വക്കേറ്റ് രാംകുമാർ വാദിച്ചു. എന്നാൽ കേസ് ഡയറി ഹാജരാക്കാൻ തയ്യാറാണെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചതോടെ ദിലീപിനെ നാളെ 5 മണിവരെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. കേസിൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുരേഷൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മതിയായ തെളിവുണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം സാക്ഷിയുണ്ടെങ്കിൽ എന്തിനാണ് പോലീസ് മാപ്പ് സാക്ഷിയെ തേടുന്നതെന്ന് അഡ്വക്കേറ്റ് രാംകുമാർ ചോദിച്ചു. കസ്റ്റഡി ആപ്ലിക്കേഷൻ നാളെ 5 മണി വരെ കൊടുത്തിട്ടുള്ളൂ. ജാമ്യാപേക്ഷ നാളെ ഉച്ചയ്ക്കാണ്. അതുവരെ എന്തെങ്കിലും ചെയ്യണ്ടേ കോടതി? ഈ മാപ്പ് സാക്ഷി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു സംശയമില്ല. തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തിട്ടും കേസന്വേഷണത്തോട് ദിലീപ് സഹകരിക്കുന്നില്ലെന്ന നിലപാടിലാണ് പോലീസ്. വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയതോടെ കൂടുതൽ അറസ്റ്റുകളിലേക്കും പോലീസ് നീങ്ങിയേക്കും. അങ്കമാലി കോടതിയിൽ നിന്ന് മനോജ് മാടശ്ശേരിക്കും ശരത് അമ്പാട്ടുകാവിനുമൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.